സോഷ്യൽ മീഡിയയിൽ തരംഗമായി കോക്രോച്ച് ജനതാ പാർട്ടി രൂപീകരണത്തിന് പിന്നാലെ സുപ്രീം കോടതി പരാമർശവും 5 അജണ്ടയും ചർച്ചയാകുന്നു. ഇന്ത്യൻ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ ഇപ്പോൾ ഏറ്റവും വലിയ തരംഗമായി മാറിയിരിക്കുകയാണ് കോക്രോച്ച് ജനതാ പാർട്ടി എന്ന പേരിൽ രൂപീകരിച്ചിട്ടുള്ള ഒരു ഡിജിറ്റൽ രാഷ്ട്രീയ കൂട്ടായ്മ. വെറും 4 ദിവസം കൊണ്ട് ഇൻസ്റ്റാഗ്രാമിൽ മാത്രം 1 കോടിയിലധികം ഫോളോവേഴ്സിനെ സ്വന്തമാക്കിയാണ് ഈ പരിഹാസ രൂപേണയുള്ള കൂട്ടായ്മ ദേശീയ ശ്രദ്ധ നേടിയിരിക്കുന്നത്. തൊഴിലില്ലായ്മ നേരിടുന്ന യുവാക്കളെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് പാറ്റകളോടും സമൂഹത്തിലെ പാരസൈറ്റ്സിനോടും ഉപമിച്ചു എന്ന രീതിയിൽ പുറത്തുവരുന്ന പരാമർശങ്ങൾക്കെതിരെയുള്ള ശക്തമായ പ്രതിഷേധമായാണ് 2026 മെയ് 16 അഭിജിത് ദീപ്കെ എന്ന യുവാവിന്റെ നേതൃത്വത്തിൽ ഈ വേറിട്ട ഡിജിറ്റൽ മൂവ്മെന്റ് ആരംഭിച്ചിരിക്കുന്നത്. യുവാക്കളുടെ ദേഷ്യത്തെയും നിരാശയെയും രാഷ്ട്രീയ ആക്ഷേപഹാസ്യമാക്കി മാറ്റിക്കൊണ്ട് വോയിസ് ഓഫ് ദി ലേസി ആൻഡ് അൺഎംപ്ലോയ്മെന്റ് എന്ന ടാഗ് ലൈനോടെയാണ് ഈ പാർട്ടിക്ക് തുടക്കമായിരിക്കുന്നത്. പരമ്പരാഗത രാഷ്ട്രീയ വ്യവസ്ഥിതികളോടും ഭരണ സംവിധാനങ്ങളിലെ ജീർണതകളോടുമുള്ള വിയോജിപ്പ് പ്രകടിപ്പിക്കുന്നതിനായി 5 കർമ്മ പദ്ധതിയാണ് ഇവർ മുന്നോട്ട് വയ്ക്കുന്നത്. വിരമിച്ച ജഡ്ജിമാർക്ക് വിരമിക്കലിന് ശേഷം രാജ്യസഭാ സീറ്റുകൾ ഉൾപ്പെടെയുള്ള യാതൊരുവിധ പദവികളും ഭരണകൂടം നൽകരുത് എന്നതാണ് ഇവരുടെ ഒന്നാമത്തെ ആവശ്യം. രണ്ടാമതായി വോട്ടർ പട്ടികയിൽ നിന്ന് പൗരന്മാരുടെ അർഹതപ്പെട്ട വോട്ടുകൾ നീക്കം ചെയ്യുന്നത് ഭീകരവാദത്തിന് തുല്യമാണെന്നും അതിന് ഉത്തരവാദിയായ ചീഫ് ഇലക്ഷൻ കമ്മീഷണറെ UAPA പ്രകാരം അറസ്റ്റ് ചെയ്യണമെന്ന കടുത്ത നിലപാടും ഇവർ മുന്നോട്ട് വയ്ക്കുന്നു. ഭരണതലത്തിൽ കൃത്യമായ ലിംഗസമത്വം ഉറപ്പാക്കാൻ പാർലമെന്റിലും ക്യാബിനറ്റ് പദവികളിലും സ്ത്രീകൾക്കും 50% സംവരണം ഏർപ്പെടുത്തണമെന്നതാണ് ഇവരുടെ മൂന്നാമത്തെ ആവശ്യം. മാധ്യമരംഗത്തെ കോർപ്പറേറ്റ് വൽക്കരണത്തിനും ഗോദി മീഡിയ സംസ്കാരത്തിനുമെതിരെ ശക്തമായ നിലപാടാണ് 4ാമത്തെ നിർദ്ദേശത്തിലൂടെ ഇവർ വ്യക്തമാക്കുന്നത്. അഴിമതിക്കാരായ മാധ്യമപ്രവർത്തകരുടെ ബാങ്ക് അക്കൗണ്ടുകൾ കൃത്യമായി അന്വേഷിക്കണമെന്ന് ഇവർ ആവശ്യപ്പെടുന്നു. ജനാധിപത്യത്തെയും ജനവിധിയെയും പരിഹസിക്കുന്ന ജനപ്രതിനിധികളുടെ കൂറുമാറ്റത്തെ തടയാൻ കൂറുമാറുന്ന MPമാർക്കും MLAമാർക്കും അടുത്ത 20 വർഷത്തേക്ക് തിരഞ്ഞെടുപ്പ് വിലക്ക് ഏർപ്പെടുത്തണമെന്നതാണ് 5ാമത്തെ ആവശ്യമായി ഇവർ ഉന്നയിക്കുന്നത്. വെറുമൊരു ഇൻസ്റ്റാഗ്രാം ട്രെൻഡ് എന്നതിലുപരി യുവാക്കളുടെ തൊഴിലില്ലായ്മയും സിസ്റ്റത്തോടുള്ള അമർഷവും വിളിച്ചോതുന്ന ഒരു വലിയ രാഷ്ട്രീയ പ്രതിഷേധ സ്വരമായി കോക്രോച്ച് ജനതാ പാർട്ടി മാറിക്കഴിഞ്ഞു. വെറുമൊരു ഇൻസ്റ്റാഗ്രാം ട്രെൻഡ് എന്നതിലുപരി യുവാക്കളുടെ തൊഴിലില്ലായ്മയും സിസ്റ്റത്തോടുള്ള അമർഷവും വിളിച്ചോതുന്ന ഒരു രാഷ്ട്രീയ പ്രതിഷേധ പാർട്ടിയായി കോക്രോച്ച് ജനതാ പാർട്ടി ഇതിനോടകം തന്നെ മാറിക്കഴിഞ്ഞു.